നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ, പഠിക്കാനിരിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ വല്ലാതെ ഒച്ചയെടുത്ത് ദേഷ്യപ്പെട്ട് സംസാരിക്കുമ്പോൾ എന്തെങ്കിലും ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കുട്ടിക്ക് എല്ലാം മറന്നു പോയതുപോലെ ആകുന്നൊരവസ്ഥ, അല്ലെങ്കിൽ അവര് അറിയാവുന്ന ഒരു കാര്യം പോലും നമ്മളോട് പറയില്ല. ഇതവരുടെ വാശിയല്ല, ഇതവരുടെ ഒരു ബയോളജിയാണ്. രക്ഷകർത്താക്കൾ അല്ലെങ്കിൽ ടീച്ചേഴ്സ് ഒക്കെ ദേഷ്യപ്പെടുമ്പോൾ കുട്ടികളുടെ തലച്ചോറിലെ അമിഗ്ഡാല, അതായത് തലച്ചോറിന്റെ ഇമോഷണൽ അലാറം സിസ്റ്റം ഓൺ ആകും. അപ്പോൾ കോർട്ടിസോൾ, അഡ്രിനാലിൻ പോലെയുള്ള സ്ട്രെസ് ഹോർമോണുകൾ ശരീരത്തിൽ നിറയും. ഇങ്ങനെ സംഭവിക്കുമ്പോൾ ഫോക്കസ് ചെയ്യാനും ഓർമ്മിക്കാനും യുക്തിപരമായിട്ട് ചിന്തിക്കാനും സഹായിക്കുന്ന തലച്ചോറിന്റെ ഭാഗമായ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് പെട്ടെന്ന് ഷട്ട് ഡൗൺ ആകും. അതുകൊണ്ടാണ് ആ അവസ്ഥയിലിരുന്ന് അവർക്ക് പഠിക്കാൻ കഴിയാത്തതും, അല്ലെങ്കിൽ നമ്മൾ അവർക്കറിയാവുന്ന ഒരു കാര്യം ചോദിക്കുമ്പോൾ പോലും അവർക്കൊന്നും അറിയാത്ത പോലെ ഇങ്ങനെ സ്തംഭിച്ച് നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നത്. ഇത് അവരുടെ ഒരു അനുസരണക്കേടല്ല, അവര് വൈകാരികമായിട്ട് മരവിച്ചു പോകുന്ന ഒരു അവസ്ഥയാണ്. ഉദാഹരണത്തിന് ഒന്ന് ആലോചിച്ച് നോക്കേ, നമ്മുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസോ അവസാനമായിട്ട് നിങ്ങളെ വല്ലാതെ വഴക്ക് പറയുമ്പോൾ നമ്മൾ വളരെ എൻകറേജ്ഡ് ആയിട്ട്, വളരെ ജോലിക്ക് പ്രചോദനമായിട്ട്, വളരെ ഭയങ്കര ശക്തിയോടുകൂടി നമ്മൾ ജോലി ചെയ്യോ, അതോ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാനായിട്ടാണോ നമ്മൾക്ക് തോന്നുന്നത്? കുട്ടികളുടെ കാര്യത്തിലും ഇത് തന്നെയാണ്. പേടി, ദേഷ്യം ഇതൊരിക്കലും അവരെ പഠിപ്പിക്കില്ല. അത് കാര്യങ്ങളെ നിശബ്ദമാക്കുക മാത്രമേ ചെയ്യുള്ളൂ. അപ്പോ അവരുടെ കൂടെ ഇരുന്ന് ചെയ്യാൻ പറ്റുന്ന 3 കാര്യങ്ങൾ പറയാം. 1, പഠിക്കുന്നതിന് മുമ്പ് പഠിപ്പിക്കുന്ന വ്യക്തിയും അതുപോലെ തന്നെ പഠിക്കുന്ന വ്യക്തിയും കുറച്ചും കൂടി ഒരു ബ്രീതിങ് എക്സസൈസ് ഒക്കെ ചെയ്ത് മനസ്സും ശരീരവും ഒന്ന് ശാന്തമാക്കിയതിനു ശേഷം മാത്രം പഠിക്കാനിരിക്കുക. 2, എന്തുകൊണ്ടാണ് നിനക്കിത് ശ്രദ്ധിക്കാൻ കഴിയാത്തത്, എന്തുകൊണ്ടാണ് നിനക്ക് പഠിക്കാൻ പറ്റാത്തത്, പറയാൻ പറ്റാത്തത് എന്നത് ചോദിക്കുന്നതിന് പകരം നിന്നെ ഡിസ്ട്രാക്ട് ചെയ്യുന്നത് എന്താണ് നിന്റെ മനസ്സിലൂടെ കടന്നു പോകുന്നത് എന്നൊക്കെ അവരോട് ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. 3, തെറ്റുകൾ വരുമ്പോൾ അവർ ഉത്തരം പറയാതിരിക്കുമ്പോൾ കുറ്റപ്പെടുത്തുന്നതിന് പകരം അവരോടൊരു ക്യൂരിയോസിറ്റിയോടുകൂടി ചോദിക്കണം. ഇവിടെ എന്താണ് തെറ്റുപറ്റിയത്, ഇവിടെ എന്താണ് സംഭവിക്കുന്നത്, നിനക്ക് എന്താണ് മനസ്സിൽ തോന്നുന്നത്, ഫീൽ ചെയ്യുന്നത് എന്നൊക്കെ അവരോടൊരു ക്യൂരിയോസിറ്റിയോട് കൂടി ചോദിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. കുട്ടികൾക്ക് പേടിയില്ലാത്ത സുരക്ഷിതമായ അന്തരീക്ഷത്തിലാണ് നന്നായിട്ട് പഠിക്കാൻ കഴിയുക. നമ്മുടെ ശാന്തമായിട്ടുള്ള ശബ്ദവും അല്ലെങ്കിൽ ഇടപെടലുകളുമാണ് അവരുടെ തലച്ചോറിനെ വീണ്ടും ഓൺ ആക്കുന്ന സ്വിച്ച്.